ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു തൻ്റെ മആലിമിൽ ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ബനൂ ഇസ്രായേലിൽ സ്വാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളായിട്ട് ഒരു ആൺകുട്ടിയും സമ്പാദ്യമായി ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ പിതാവ് രോഗശയ്യയിലായ സന്ദർഭത്തിൽ ഈ പശുക്കിടാവിനെ ഒരു കാട്ടിലേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അസ്തൗദിഉക ഹാദിഹിൽ ഇജ്ലത ലിബ്നി ഹത്താ യക്ബുറ. അല്ലാഹുവേ, ഞാനിപ്പോൾ രോഗശയ്യയിൽ ആണ്, എനിക്ക് കൂടുതൽ ആയുസ്സില്ലെന്നറിയാം. എൻ്റെ വീട്ടിൽ സമ്പാദ്യമായിട്ടാകെ ഒരു പശുക്കിടാവാണുള്ളത്. ഈ പശുക്കുട്ടിയെ നോക്കി നടത്താൻ എൻ്റെ ചെറിയ കുഞ്ഞുമോന് കഴിയുകയില്ല. അതുകൊണ്ട് ഈ കുട്ടി വളർന്ന് വലുതാകുന്നത് വരെ ഈ കാട്ടിൽ ഈ പശുക്കുട്ടിയെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഇതിൻ്റെ സംരക്ഷണം നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പശുക്കുട്ടിയെ അദ്ദേഹത്തിൻ്റെ രോഗശയ്യയിൽ കാട്ടിൽ കൊണ്ടുപോയി വിട്ടു അള്ളാഹുവിനെ അമാനത്തായി ഏൽപ്പിച്ചു. ആ മനുഷ്യൻ ഉടനെ മരണപ്പെടുകയും ചെയ്തു. ഫസാറത്തിൽ ഇജ്ലതു ഫിൽ ഗൈളത്തി അവാനൻ വകാനത് തഹ്റബു മിൻ കുല്ലി മൻ റആഹാ. ഉപദ്രവകാരികളായ ജീവികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് കാലങ്ങളായ ആ പശുക്കുട്ടി ആ കാട്ടിൽ തന്നെ വളർന്നു വരികയാണ്. ഫലമ്മാ കബുറൽ ഇബ്നു കാന ബാറൻ ബിവാലിദൈഹി. മാതാപിതാക്കൾക്ക് നല്ല ഗുണം ചെയ്യുന്ന കുട്ടിയായി ആ മകൻ വളർന്നു. ഉമ്മയല്ലേ ബാക്കിയുള്ളൂ, പാപ്പ നേരത്തെ മരണപ്പെട്ടു പോയി. അങ്ങനെ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന നല്ല ഒരു കുട്ടിയായി അച്ചടക്കത്തോടെ വളർന്നു വലുതായി. വകാന യഖ്സിമു ലൈലഹു സലാസത അഖ്ലാസ്. ആ കുട്ടിയുടെ രാത്രി സമയത്തെ 3 ഭാഗമായി ഭാഗിച്ചു. സ്വല്ലി സുലുസൻ, 1/3 ഭാഗം നിസ്കരിക്കുന്നു. വയനാമു സുലുസൻ, 1/3 ഭാഗം ആ കുട്ടി ഉറങ്ങുന്നു. വയജ്ലിസു ഇൻദ റഅസി ഉമ്മിഹി സുലുസാ, 1/3 തൻ്റെ ഉമ്മയുടെ തലയുടെ ഭാഗത്ത് വന്നിരിക്കുന്നു. കാരണം ഉമ്മ പ്രായമുള്ള ഉമ്മയായി, രോഗിയായി, ആ സമയത്ത് ഉമ്മയെ സമാധാനിപ്പിക്കാൻ 1/3 ഭാഗം ഉമ്മയുടെ തലക്കാമ്പുറത്ത് വന്നിരിക്കും. 1/3 ഭാഗം അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കും. 1/3 ഭാഗം ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉറങ്ങും. ഫൈദാ അസ്ബഹ ഇൻതലഖ. രാത്രി ഇങ്ങനെ പകല് ആ കുട്ടി പോയിട്ട് ഫഹ്തതബ അലാ ദഹ്രിഹി, കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിക്കും. 12ഓളം തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പകൽ സമയത്ത് കാട്ടിൽ പോയി വിറക് ശേഖരിച്ചിട്ട് ഫയത്തി ബിഹി സൂഖ, ഈ ചെറിയ കുട്ടി ടൗണിൽ കൊണ്ടുപോയി അതിനെ വിൽപ്പന നടത്തുന്നു. ഫയബീഉഹു ബിമാ ശാ അല്ലാഹ്. അങ്ങനെ അതിൻ്റെ വിലയായി കിട്ടുന്ന ആ സാധനം കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുമ്മ യതസദ്ദഖു ബിസുലുസിഹി, ആ വിറക് വിറ്റ് കിട്ടുന്ന ആ കാശ് ഈ കുഞ്ഞുമോൻ ചെയ്യുന്നത് അതിൻ്റെ 1/3 കൊണ്ട് സ്വതക്ക ചെയ്യും. വയകുലു സുലുസഹു, 1/3 കൊണ്ട് വീട്ടിൽ ചെലവ് നടത്തും. വാലിദത്തഹു സുലുസാ, വിറക് വിറ്റിട്ട് കിട്ടുന്നതിൻ്റെ 1/3 ഉമ്മാൻ്റെ കയ്യിൽ പോയി കൊണ്ടു കൊടുക്കും. ഇതാണ് രാത്രിയിൽ നിസ്കാരവും ഉമ്മാക്കുള്ള സേവനവും അല്പനേരത്തെ ഉറക്കും. പകൽ സമയത്ത് ഈ ചെറിയ കുട്ടി കാട്ടിൽ പോയി വിറക് ശേഖരിച്ച് ടൗണിൽ പോയി അത് വിൽപ്പന നടത്തിയിട്ട് കിട്ടിയ സമ്പത്തിനെ 3ആയി ഭാഗിച്ച്, 1 വീട്ടിലെ ചെലവിന്, 1 ഉമ്മാക്ക് ബിസ്റഖ് ചെയ്യാൻ. ഇങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്വവുമായി ഒരു കുട്ടി ഇങ്ങനെ നടക്കുകയാണ്. ഫഖാലത്ത് ലഹു ഉമ്മുഹു യൗമൻ. ഈ ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ ഉമ്മ ഒരിക്കൽ കുട്ടിയോട് പറഞ്ഞു, ഇന്ന അബാക
മോനെ, നീ ഇത്ര കഷ്ടപ്പെടണ്ട. ഇനി നിനക്ക് സുവർണ കാലഘട്ടമാണ് വരാൻ പോണത്. മോനൊരു കാര്യം ചെയ്യണം. നീ ചെറിയ പൊടിക്കൊച്ചായ സമയത്ത് ബാപ്പ രോഗശയ്യയിലായപ്പോൾ ബാപ്പാക്ക് മനസ്സിലായി ഇനി കൂടുതൽ ആയുസില്ലെന്ന്. അതുകൊണ്ട് ബാപ്പ മരിച്ചാൽ ഈ പശുക്കിടാവിനെ നോക്കാനൊന്നും ആളില്ല, ഉമ്മക്ക് രോഗവുമാണ്. അതുകൊണ്ട് ഇത് ഒരു കാട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ സംരക്ഷണം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ പോയിട്ട് എന്ത് ചെയ്യണം? കാട്ടിൽ പോയിട്ട് ആ പശുക്കുട്ടിയെ വിളിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ആ പശുവിനെ നിനക്ക് വിൽപ്പന നടത്തിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് മാന്യമായി നിനക്ക് ജീവിക്കാം. നല്ല സ്വാലിഹത്തായ ഉമ്മയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന അബാക വറസക ഇജ്ലതൻ ഇസ്തൗദഅഹ ഫീ ഗൈലതി കദാ, ഇന്നാലിന്റെ കാട്ടിലാണ് പശുക്കിടാവിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫന്തലിഖ് ഫദഉ ഇലാഹ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ അൻ യറുദ്ദഹാ അലൈക. നീ കാട്ടിൽ ചെന്നിട്ട് വിളിക്കണം, ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ നാമത്തിൽ പശുക്കിടാവിനെ ഞാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പശുക്കിടാവ് നിന്റെ അരികിൽ വന്നെത്തുന്നതാണ്. വഅലാമത്തുഹാ, പശുക്കിടാവിൻ്റെ അടയാളം അന്നക ഇദാ നദർത ഇലൈഹാ യുഖയ്യലു ഇലൈക അന്ന ശുആഅ അശംസി യഖ്റുജു മിൻ ജിൽദിഹാ. ആ പശുക്കിടാവിൻ്റെ രൂപം എങ്ങനെയെന്നറിയോ? ആ പശുക്കുട്ടിയെ നീ കണ്ടാലും വിചാരിക്കും പടച്ചവനെ സൂര്യ അതിൻ്റെ ശരീരത്തിൽ നിന്നാണോ ഉദിക്കുന്നത് എന്ന്. അത്ര പ്രൗഢിയുള്ള ചന്തമുള്ള പ്രകാശ ഗോപുരമാണ് ആ പശുക്കുട്ടി. അതുകൊണ്ട് പോയി വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു. ആ പശുവിൻ്റെ പേര് മുഹദ്ദബ എന്നാണ്. നമുക്ക് പൊന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ വിളിക്കാം. ആ പദത്തിന് അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റും. മുഹദ്ദബ, പൊന്നു എന്നാണ് ആ പശുക്കിടാവിൻ്റെ പേര്. എന്താ അങ്ങനെ പേര് വെക്കാൻ കാരണം? ലഹുസ്നിഹ വസുഫ്രത്തിഹ, കണ്ട ഒരു പൊന്നും കട്ടയാണ്, അത്ര ഭംഗിയുണ്ട്, നല്ല ചന്തമുള്ള ഒരു പശുക്കിടാവ്. അങ്ങനെ ഉമ്മാന്റെ വാക്ക് കേട്ടിട്ട് ആ കുട്ടി വലുതായി യുവാവായി വന്നു. കാട്ടിൽ പോയി. ആ പശുക്കിടാവ് കാട്ടിലിങ്ങനെ മേഞ്ഞു നടക്കുന്നു. കുട്ടിയെ കണ്ടപ്പോൾ പശുക്കിടാവ് അട്ടഹാസിച്ചു. വഖാല അഅസിമു അലൈകി ബിഇലാഹി ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഖൂബ, ഈ പറയപ്പെട്ട പ്രവാചകന്മാരുടെ നാമത്തിൽ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഅഖ്ബലത് തസ്ആ, പെട്ടെന്ന് ഓടി വന്നു. ഹത്താ ഖാമത് ബൈന യദൈ, രണ്ട് കയ്യിൽ ഇങ്ങനെ നിന്നു. ഫഖബദ അലാ ഉനുഖിഹാ യഖൂദുഹാ, ആ സമയത്ത് ഈ കുട്ടി അതിൻ്റെ പെരടിയിൽ ഇങ്ങനെ തലോടി, കൈകൊണ്ട് തൊട്ട് തലോടി. ഫതകല്ലമത്തിൽ ബഖറ, അപ്പോൾ ആ പശുവിത സംസാരിക്കുകയാണ്. വഖാലത്ത് പറയുന്നത്, അയ്യുഹൽ ഫത്തൽ ബാറു ബിവാലിദതിഹി ഉർകുബ്നി ഇർകബ്നി, മാതാപിതാക്കൾക്ക് വല്ലാത്ത ഗുണം ചെയ്യുന്ന യുവാവേ, എൻ്റെ പുറത്തു കയറൂ, നമുക്ക് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞു ആ പശുക്കിടാവ്. ഫഇന്ന ദാലിക അഹ്വനു അലൈക്, അത് നിനക്ക് എളുപ്പമാകുമല്ലോ. എൻ്റെ പുറത്ത് ഇരുന്നാൽ ഞാനങ്ങ് സഞ്ചരിച്ചാൽ മോൻ പിന്നെ നടന്ന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ പുറത്ത് കയറുന്നു. ആ പശു സംസാരിച്ചു. ഫഖാലൽ ഫത്താപ്പ, യുവാവ് പറഞ്ഞു, ഇന്ന ഉമ്മി ലം തഅ്മുറുനി ബിദാലിക, നിന്നെ വിളിച്ചു കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ പുറത്ത് കയറി വരാൻ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ കയറൂല. ഫഖാലത്തിൽ ബഖറതു ബിഇലാഹി ബനി ഇസ്രായീല ലൗ റകിബ്തനി മാ കുൻത തഖ്ദിറു അലൈഹി അബദാ, നീ അങ്ങനെ കയറാൻ വന്നിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും പിന്നെ എന്നെ ലഭിക്കുകയില്ല എന്ന് ആ പശുക്കിടാവ് അപ്പോൾ മറുപടി പറഞ്ഞു. കാരണം ഉമ്മാന്റെ ഒരു കറാമത്തും കൂടിയാണ് ഇവിടെ കാണാൻ പോകുന്നത്. നല്ല സ്വാലിഹത്തായ ഒരു ഉമ്മയായതുകൊണ്ട് ആ ഉമ്മയുടെ കറാമത്താണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സംഭവിക്കുന്നതെല്ലാം. അങ്ങനെ
فإنك لو أمرت الجبل أن ينقلع من نسله وينطلق معك لفعل لبدك بأمك. നിന്റെ ഉമ്മ നിന്നോട് ഒരു പർവ്വതം വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ ആ ഉമ്മ പറഞ്ഞതനുസരിച്ചാണ് നീ ചെയ്യുന്നതെങ്കിൽ ആ പർവ്വതം നിന്റെ കൂടെ സഞ്ചരിക്കും. അത്ര പവറുള്ള, ആത്മീയ പവറുള്ള ഉമ്മയാണ് നിന്റെ ഉമ്മ എന്ന് ആ പശുക്കിടാവ് സംസാരിക്കുന്നത്. അങ്ങനെ ഫസാറൽ ഫത്താബിഹായില ഉമ്മി, ഏതായിരുന്നാലും ഉമ്മ പറഞ്ഞതുപോലെ ആ പശുക്കിടാവുമായി ഉമ്മയിലേക്ക് നീങ്ങുകയാണ്. ഫഖാലത്ത് ലഹു ഇന്നക ഫഖീറുൻ ലാ മാല ലക. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, മോനെ, നീ ഒരു ദരിദ്രവാസിയാണ്, സാമ്പത്തികമായി തീരെ അഭിവൃദ്ധിയില്ലാത്തയാളാണ്, നിനക്ക് സ്വത്തില്ലല്ലോ. വയസ്സക്കു അലൈക്കല്ലിഹ്തിത്വാബു ബിന്നഹാരി, പകലിൽ നീ വിറക് ചുമന്ന് കൊണ്ടുവന്നിട്ട് രാത്രി പിന്നെ നിസ്കാരവും പകൽ ഈ വിറക് ചുമക്കലും എല്ലാം കൂടിയായി നിനക്ക് വല്ലാത്ത വിഷമമാണ്. അതുകൊണ്ട് ഫൻതലിഖ് ഫബിഇ ഹാദിഹിൽ ബഖറ, ഈ പശുക്കിടാവിനെ കൊണ്ടുപോയിട്ട് നീ വിൽക്ക്, വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് മാന്യമായി ജീവിക്കാൻ നോക്കുന്നതാണ്. കാലായി കുട്ടി ചോദിച്ചു, ബിക്കം അബീഉഹ അല്ലമ്മി, ഞാൻ എത്ര വിലക്കാണ് ഇത് വിൽക്കേണ്ടതെന്ന് ചോദിച്ചു. കാലത്ത് ഉമ്മ പറഞ്ഞു, ബിസലാസത്തി ദനാനീറ, 3 സ്വർണ്ണ നാണയത്തിന് വിൽക്കണം. വലാ തബിഅ ബിഗൈരി മശൂറത്തി, എപ്പോൾ വിൽക്കുകയാണെങ്കിലും എന്നോടൊന്ന് മുശാവറ ചെയ്തിട്ടല്ലാതെ വിൽക്കരുത്. 3 സ്വർണ്ണ നാണയത്തിൽ നീ വിറ്റോ, വിൽക്കുമ്പോൾ ഉറപ്പിച്ച് വിൽക്കുമ്പോൾ എൻ്റെ ഉമ്മനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്മതം ചോദിച്ചിട്ടേ വിൽക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ വക്കാന സമനിൽ ബക്കറത്ത് യൗമഇദിൻ സലാസത്ത ദനാനീർ, അന്ന് വില നിശ്ചയിച്ചു കൊടുത്തത് 3 സ്വർണ്ണ നാണയമാണ്. ഫന്തലഖ ബിഹാ ഇല സൂഖ്, ടൗണിലേക്ക് പോയി. അപ്പോൾ ഒരാളെ കണ്ടു. എന്താ? ലിയുരിയ ഖൽഖഹു ഖുദ്റതഹു വലിയഖ്തബിറൽ ഫതാ ബിർറഹു ബിവാലിദതിഹി വകാന അല്ലാഹു ബിഹി ഖബീറാ. അദ്ദേഹം ചോദിക്കുന്നു, ബികം തബീഉ ഹാദിഹിൽ ബഖറ, അല്ല ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്താൻ വേണ്ടി പശുവിനെ കണ്ടപ്പോൾ വന്ന ആൾ ചോദിച്ചു, അല്ല എത്രയാണ് ഈ പശുവിൻ്റെ വില എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബിസലാസത്തി ദനാനീർ, 3 സ്വർണ്ണ നാണയത്തിന് വിൽക്കാം. പക്ഷേ വഅശ്തരിതു അലൈക റിളാ വാലിദതി, 3 ദീനാറിന് നിങ്ങൾക്ക് ഞാൻ വിൽക്കുമ്പോൾ അവസാനമായിട്ട് എൻ്റെ ഉമ്മനോടൊന്ന് ചോദിച്ചിട്ട് വാക്കുറപ്പിക്കണം എന്ന് പറഞ്ഞു. 3 സ്വർണ്ണ നാണയമാണ് വില, പക്ഷെ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഉമ്മയോടൊന്ന് ചോദിച്ചിട്ട് വിൽക്കാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുദ് സിത്തത്ത ദനാനീറ, ഞാനിതിന് 6 ദീനാറ് തരാം, പക്ഷേ ലാ തസ്തഅ്മിർ വാലിദതിക, ഉമ്മയോട് സമ്മതം ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 6 സ്വർണ്ണ നാണയത്തിൽ ഞാനിത് നിൻ്റെ അടുത്ത് വാങ്ങിക്കോളാന്ന്. അപ്പൊ കുട്ടി പറഞ്ഞു, ഇല്ല, ലൗ അഅതൈതനി വസ്നഹാ ദഹബൻ ലം ആഖുദുഹു ഇല്ലാ ബിറിളാ ഉമ്മി, ഈ പശുവിന്റെ അത്ര തൂക്കത്തിന് സ്വർണ്ണക്കട്ടി തരാന്ന് പറഞ്ഞാലും ഉമ്മയോട് സമ്മതം ചോദിക്കാതെ ഞാനിത് വിൽക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഫറദ്ദഹാ ഇലാ ഉമ്മിഹി ഫഅഖ്ബറഹാ ബിസമനി, ഉമ്മയിലേക്ക് പോയിട്ട് ചോദിച്ചു, ഉമ്മ 6 ദീനാറിന് എടുക്കാൻ ഒരാളുണ്ട്, കൊടുക്കട്ടെ. ഞാൻ 3 ദീനാറുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു, 6 ദീനാറ് ഞാൻ തന്നേക്കാം, പക്ഷെ ഉമ്മയോട് സമ്മതം ചോദിക്കാൻ നിങ്ങൾക്ക് നേരല്ല, തരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഉമ്മ പറഞ്ഞു, ഫർജിഅഹാ ഫബിഇഹാ ബിസിത്തത്തി ദീനാർ, നീ ഒരു കാര്യം ചെയ്യും, ചെല്ല്, മോൻ 6 ദീനാറിന് വിറ്റോ എന്ന് പറഞ്ഞു. പക്ഷെ അലാ റിളാ മിന്നി, അവസാനം ഉറപ്പിക്കുമ്പോൾ എന്നോടൊന്ന് സമ്മതം ചോദിക്കണം കേട്ടോ, എൻ്റെ സമ്മതത്തോടു കൂടെ വിൽക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫന്തലഖ ബിഹാ ഇല സൂഖി, ടൗണിൽ ചെന്നു. വാത്താ, അപ്പോഴോ ആ പഴയ ആള് തന്നെ കാണുന്നു. അദ്ദേഹം ചോദിച്ചു, ഇസ്തമർത്ത ഉമ്മക്ക, ഉമ്മയോട് സമ്മതമൊക്കെ ചോദിച്ചില്ലേ? ഫഖാൽ ഫത്താപ്പ, യുവാവ് പറഞ്ഞു, ഇന്നഹാ അമർതനി അല്ലാ തൻഖുസഹാ അൻ സിത്തത്തി ദനാനീറ അലാ അൻ നസ്തഅ്മിറഹാ, ഉമ്മയോട് സമ്മതം ചോദിച്ചിട്ട് 6 ദീനാറിന് വിൽക്കാൻ എനിക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ വന്ന ആൾ പറഞ്ഞു, ഫഇന്നി അഅ്തീക 12 ദീനാറൻ, ഞാൻ ഇന്ന് ഈ പശുവിന് 12 സ്വർണ്ണ നാണയം തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ലാ തസ്തഅ്മിറ, ഉമ്മയോട് സമ്മതം ചോദിക്കുന്നത് എനിക്ക് നേരല്ല, ഇപ്പം തരണം. വന്നാൾ അതിനേക്കാൾ വലിയ രസമുണ്ട്. ഫഅബൽ ഫത്താഹ്, അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, പറ്റൂല, എനിക്ക് ഉമ്മയോട് സമ്മതം ചോദിക്കാതെ ഒരിക്കലും തരാൻ പറ്റത്തില്ല.
അങ്ങനെ ഉമ്മയിലേക്ക് ഓടി. എന്നിട്ട് ഉമ്മയോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഇന്നല്ലദീ യഅതീക മലക്കുൻ ഫീ സൂറത്തി ആദമീൻ ലിയഖ്തബിറക. മോനെ, വന്ന ആള് പശുവിനെ വാങ്ങാൻ വന്ന ആളാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മനുഷ്യന്റെ രൂപത്തിൽ ഒരു മലക്ക് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഫൈദ അത്താക്ക, ഇനിയും നിന്റെ മുമ്പിൽ വന്നാൽ ഫഖുല്ലഹു, നീ ഒന്ന് ചോദിച്ചേക്കണം, അത്അമുറനാ അൻ നബിഅ ഹാദിഹിൽ ബഖറ അം ലാ. അല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ പരീക്ഷിക്കാൻ വരുന്ന ആളാണോ അതല്ല പശുവിനെ വാങ്ങാൻ വരുന്ന ആളാണ്? 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ 6 എന്ന് പറയും. 6 എന്ന് പറഞ്ഞ് ഞാൻ ഉറപ്പിച്ച് വരുമ്പോൾ പിന്നെ നിങ്ങൾ 12 എന്ന് പറയും. ഉമ്മയോട് സംഭവം ചോദിക്കാൻ പാടില്ല എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മനുഷ്യനാണോ മലക്കാണോ, വാങ്ങാൻ വരുന്ന ആളോ എന്നെ പരീക്ഷിക്കാൻ വരുന്ന ആളാണോ, ഇത് എനിക്കൊന്ന് അറിയണമെന്ന് പറഞ്ഞു. ഫഖാലഹുൽ മലക്ക്, അപ്പവും അതാ അദ്ദേഹം ആ മലക്ക് പറയുകയാണ്, ഞാൻ മലക്ക് തന്നെയാണ്. ആ വന്ന ആള് പറഞ്ഞു, ഞാൻ മലക്ക് തന്നെയാണ്. മോനെ, ഒരു കാര്യം ചെയ്യണം, ഇദ്ഹബി ഇലാ ഉമ്മിക ഫഖുൽ ലഹാ അംസികി ഹാദിഹിൽ ബഖറ. ഈ പശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. ഉമ്മയോട് പറയണം, ഈ പശു ഇപ്പോൾ വിൽക്കണ്ടെന്ന് പറയണം. എന്താ കാര്യം? ഫഇന്ന മൂസ ഇബ്നു ഇംറാന യസ്തരിഹാ മിൻകും ലിഖതീലി യുഖ്തലു മിൻ ബനി ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു സംഭവം നടക്കും. അന്നൊരു കൊലപാതകം നടക്കും. വലിയ സമ്പത്തുള്ള ഒരു മുതലാളി, അയാൾക്ക് മക്കളില്ല, ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും മക്കളാണുള്ളത്. അപ്പം ആ മുതലാളിക്ക് മക്കളില്ലാത്ത കാരണം കൊണ്ട് സ്വത്ത് നേരത്തെ തന്നെ അനന്തരമായി കിട്ടാൻ വേണ്ടി ആ മുതലാളിയെ ജ്യേഷ്ഠന്മാരുടെ അല്ലെ അഞ്ചന്മാരുടെ മക്കൾ കൊല്ലും. അങ്ങനെ ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വലിയ പ്രശ്നം ഉണ്ടാവും. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം വിചിത്രമായ ഒരു ഫത്വ പുറപ്പെടുവിക്കും. എന്താണ്? ഈ മരണപ്പെട്ട മുതലാളിയെ ആരാണ് കൊന്നത് എന്നറിയാൻ ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറയും. ജനങ്ങളെല്ലാവരും ഈ മുതലാളിയെ ആരാണ് കൊന്നത് എന്ന് അത് തെളിയിക്കേണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ സമീപിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറയും, ഒരു പശുവിനെ അറുത്താൽ മതി. എന്നിട്ട് ആ അറുത്ത പശുവിൻ്റെ വാലുകൊണ്ട് ഈ മനുഷ്യനെ അടിച്ചാൽ മരണപ്പെട്ടു പോയ ഈ വ്യക്തി പറയും, ഇന്നെ കൊന്നത് ആരാണ് എന്ന്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരാൻ പോകുന്നുണ്ട്. അന്ന് പശുവിനെ അറുക്കണം എന്ന് പറയുമ്പോൾ ഏതാണ് ആ പശു എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കും. സത്യത്തിൽ ഒരു പശുവിനെ അറുത്തിട്ട് ആ പശുവിൻ്റെ വാലുകൊണ്ട് ഈ മരണപ്പെട്ട മുതലാളിയെ അടിച്ചാൽ പ്രശ്നം തീരും. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കൗമ് മൂസാ നബി അലൈഹി സ്വലാമിന് ഇങ്ങനെ വട്ടം കറക്കും. പശുവിനെ അറുക്കണം എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ആ പശു തടിച്ചതോ കൊഴുത്തതോ നീണ്ടതോ ഉരുണ്ടതോ ചെറിയതോ വലുതോ പ്രായമെത്തിയതോ ഇങ്ങനെ ചോദിച്ച് അതിൻ്റെ കളറും അതിൻ്റെ തൂക്കവും അതിൻ്റെ ഭംഗിയും എല്ലാം ചോദിച്ച് അവസാനം അള്ളാഹു അതിൻ്റെ എല്ലാ വിശേഷണങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇങ്ങനെ വസ്വത്ത ഒരു പശു, ഈ പശു അല്ലാതെ അന്ന് ദുനിയാവിൽ വേറുണ്ടാവില്ല. അപ്പൊ ഈ കൊലപാതകം നടത്തിയത് ആരാണ് എന്നറിയാൻ ഈ പശുവിനെ വാങ്ങിക്കൊണ്ടുപോകൽ അനിവാര്യമാകും. അന്ന് നിങ്ങൾക്ക് ഈ പശുവിൻ്റെ തൂക്കത്തിൽ സ്വർണ്ണക്കട്ടി വേണം എന്നാ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാദിക്കാം. മുന്തിയ വിലക്ക് പശുവിനെ വിൽക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പൊ വിൽക്കണ്ടെന്ന് ഉമ്മയോട് പറയണം. അതാ പറയണത്, ഫഇന്ന മൂസ ഇബ്നു ഇംറാന യസ്തരിഹാ മിൻകും ലിഖതീലിൻ യുഖ്തലു മിൻ ബനി ഇസ്രായീല. ഇസ്രായേലിൽ നടക്കുന്ന കൊലപാതകം തെളിയിക്കാൻ വേണ്ടി മൂസാ നബിയുടെ കാലത്ത് ഈ പശുവിനെ തേടി വാങ്ങാൻ നിങ്ങളുടെ അരികിൽ ആള് വരും. ഫലാ തബീഉഹാ ഇല്ലാ ബിമിൽഇ മസ്കിഹാ ദനാനീറ. അന്ന് നിങ്ങൾ ഈ പശുവിൻ്റെ ഭാരത്തിൽ സ്വർണ്ണക്കട്ടി കിട്ടുമ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ വിറ്റാൽ മതി. ഇപ്പോൾ വിൽക്കണ്ടെന്ന് ഉമ്മയോട് പറയൂ. ഫാംസകഹാ. അപ്പൊ വിൽക്കാതെ വീട്ടിൽ വെച്ചു. ആ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വഖദ്ദറല്ലാഹു അലാ ബനി ഇസ്രായീല ദബഹത്തിൽ കൽബഖറത ബിഐനിഹാ. ഇതുപോലത്തെ ഒരു പശുവിനെ അറുക്കണമെന്ന നിയമം അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്തു. ഫമാ സാലൂ യസ്തൗസിഫൂന ഹത്താ വസഫ ലഹും തിൽകൽ ബഖറ. ഒരു പശുവിനെ അറുത്ത് അതിൻ്റെ
വാലുകൊണ്ട് മരണപ്പെട്ട വ്യക്തിയെ അടിക്കണമെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇസ്രായേലിലെ ഓരോരുത്തരും എങ്ങനെയുള്ള പശുവായിരിക്കണമെന്ന് അതിൻ്റെ വിശേഷണങ്ങൾ ചോദിച്ച് ഈ ഒരു പശുവിനെ വിശേഷിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. എന്താണ്? മുകാഫഅതൻ അലാ ബിർരി വാലിദതിഹി ഫദ്ലൻ മിൻഹു വറഹ്മാ. ഒരു മാതാവിനോട് ഒരു കുട്ടി കാണിച്ച വാത്സല്യത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യമായി ഈ കുട്ടിക്ക് നൽകിയ ഒരു വലിയ പാരിതോഷികമാണ് ഇത്. അതുകൊണ്ട് ഇപ്പോൾ അതിനെ വിൽപ്പന നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ മലക്ക് ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഈ സംഭവം സൂറത്തുൽ ബഖറ എന്ന് പശുവിനെ കുറിച്ച് പറയുന്ന അധ്യായം. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ബഖറയാണല്ലോ. ബഖറ എന്ന് പറഞ്ഞാൽ എന്താ? പശു അല്ലേ? അപ്പൊ പശു അധ്യായം എന്താ? പശു അധ്യായം ഈ പറയുന്ന സംഭവമാണ് സൂറത്തുൽ ബഖറയിലെ കാര്യമായ പരാമർശ വിഷയം. പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരു കൊലപാതകം നടന്നു. വലിയൊരു മുതലാളിയായിരുന്നു. മക്കളില്ലാത്തപ്പോൾ അനന്തരമായി ജ്യേഷ്ഠന്മാരുടെയും അഞ്ജന്മാരുടെയും കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി അവർ കൊല നടത്തി. ആരാണ് കൊന്നതെന്ന് അറിഞ്ഞ് വലിയ അഭ്യൂഹമുണ്ടായി. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് ജനങ്ങൾ വന്നു. അപ്പോൾ അല്ലാഹു തആല വഹി കൊടുത്തു, ഒരു പശുവിനെ അറുത്തിട്ട് അതിൻ്റെ വാലുകൊണ്ട് മയ്യത്തിനടിക്കാം. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, അല്ല, ഒരാൾ മരിച്ചപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അടുത്തൊരു ജീവിയെ കൊല്ലണം എന്ന് പറയുന്നത് ഇത് എവിടുത്തെ നിയമമാണ് മൂസാ നബിയെ എന്ന് ചോദിച്ചു. ലോജിക്കില്ലല്ലോ ഇത്. മരണപ്പെട്ടു പോയ ഒരാൾ ആരാണ് കൊല നടത്തിയത് എന്നറിയാൻ വേണ്ടി ഞാൻ അടുത്തൊരു പശുവിനെ കൊല്ലണം എന്ന് പറയുന്നത് ഇതെന്താണ്? അത് പറഞ്ഞതങ്ങ് കേട്ടാൽ മതി, ഇത് നാഥൻ്റെ തീരുമാനമാണ്. ഏതായിരുന്നാലും പശുവിനെ ഇറക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പശുവാണെന്ന് ചോദ്യമായി. ആ പശുവിൻ്റെ നീളവും വലുപ്പവും അതിൻ്റെ യോഗ്യതയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഖുർആൻ വല്ലാതെ വിശദീകരിക്കുന്നുണ്ട്. വഇദ് ഖാല മൂസാ ലിഖൗമി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ ഖാലൂ വതത്തഖിദുനാ ഹുസ്വാ ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ ഖാലൂ ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക ഫഫഅലൂ മാ തുഅ്മറൂൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അരപ്പേജോളം ആ പശുവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അല്ലാഹു തആല പറയുന്നത്. അവസാനം നല്ല ഭംഗിയുള്ള ഒത്തിണങ്ങിയ വരയില്ലാത്ത ചർമ്മത്തിന് രോഗങ്ങളില്ലാത്ത അതുപോലെ തന്നെ കണ്ടാൽ ആരെയും ആകർഷിക്കുന്ന പൊൻ കളറുള്ള സ്വർണത്തിൻ്റെ കളറുള്ള പശുവായിരിക്കണമെന്ന് അവതരിപ്പിച്ചപ്പോൾ ഈ ഒരൊറ്റ പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർണത്തിൻ്റെ വില കൊടുത്ത് ആ പശുവിനെ വാങ്ങിക്കൊണ്ടുപോയി എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഉലമാ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഇത് മാതാവിനും പിതാവിനും ഗുണം ചെയ്ത ഒരു കുട്ടിക്ക് അള്ളാഹു നൽകിയ സമ്മാനമാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞുള്ള ദുആയും അവരുടെ സന്തോഷവും കുട്ടികളിൽ അത് വല്ലാതെ പ്രതിഫലിപ്പിക്കും എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. മാതാവിനോടും പിതാവിനോടുള്ള സഹകരണത്തിൽ അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് നാം പെരുമാറേണ്ടത്. അപ്പോൾ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ആ മാതാവും പിതാവും എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ ആ കുട്ടി വളരും. അവർ സ്വാലിഹീങ്ങളാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചും. ഇതാണ് ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളോട് അവരുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളിലും പൂർണ്ണമായ അച്ചടക്കത്തോടെയും ബഹുമാനത്തോടെയും അതോടെയും ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകളും സേവനങ്ങളും ഹദിയകളും ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബേ, മഹത്തായ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗുരുത്വം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നീ ബഹുമാനിച്ചാദരിച്ച എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയൊക്കെയും പൊരുത്തങ്ങൾ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരാളുടെയും കുരുത്തക്കേട് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.